നമസ്തേ. രത്നശാസ്ത്ര ആരംഭിക്കുകയായി ജനൻ ടി വിയിൽ. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം സാർ. നമസ്കാരം. നമസ്തേ. എനിക്ക് തോന്നുന്നു നമ്മൾ 1-2 എപ്പിസോഡുകളിൽ കൂടുതലും നമ്മൾ ചാർട്ട് വഴിയുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തത്. സ്റ്റോൺസിനെ കുറിച്ച് നമുക്ക് നമ്മളെല്ലാ എപ്പിസോഡുകളിലും സ്റ്റോൺസിൻ്റെ വിവരങ്ങൾ അല്ലെങ്കിൽ വിശേഷങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞുള്ള 1-2 എപ്പിസോഡുകളിൽ നമ്മൾ കൂടുതലും ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനാണ് നമ്മൾ പറയുന്നത്. ലഗ്നത്തും പ്രത്യേകിച്ചും തുലാം ലഗ്നത്തെക്കുറിച്ച്. ഈ രത്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സാറ് പറഞ്ഞൊരു ഓർമ്മ എനിക്കുണ്ട്. ഒരു സഫയർ ഗ്രൂപ്പിൽ പെടുന്ന ഒരു രത്നം, ഒരു പിങ്ക് സഫയർ എന്ന് പറയുന്നത് പത്മരാഗം എന്ന് പറയും. പത്മരാഗം എന്ന് പറയുന്ന പത്മം എന്ന് പറയുന്ന താമര. താമരയുടെ വർണ്ണത്തോടുകൂടിയ നിറത്തോടുകൂടിയ സ്റ്റോണ് സഫയർ ഗ്രൂപ്പിൽ പെടുന്ന കല്ലാണ്. കൊറണ്ടം മിനറലാണ്. അതിന് ഹാർഡ്നെസ് 9 റൂബിയുടെ ഒരു റൂബിയും പത്മരാഗവും ഏതാണ്ട് ഒരേ ഫാമിലി പോലെയാണ് നിൽക്കുന്നത്. പത്മരാഗം നമുക്ക് ഗരുഡപുരാണത്തിലൊക്കെ പത്മരാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് റൂബിയായിട്ടൊരു സാമ്യത അതിനകത്തുണ്ട് പറയുന്നുണ്ട്. ഇപ്പോൾ റൂബിയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്നല്ല, ഇത് പ്രീഷ്യസ് സ്റ്റോണാണ് കേട്ടോ. ഈ പത്മരാഗം പ്രീഷ്യസ് ആൻഡ് റെയർ വെറൈറ്റിയാണ്. പത്മരാഗം എന്ന് പറയുന്നത് അത് പത്മരക്ഷ എന്നും പറയും. അത് സിംഹള ഭാഷയിൽ പത്മരക്ഷ അങ്ങനെ പറയാറുണ്ട്. പിന്നെ ശ്രീലങ്കൻ നാഷണൽ അവരുടെ ഫ്ലാഗിൻ്റെ നിറം ഇത് തന്നെയാണ്. ശ്രീലങ്കയിലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള മൈൻ കിട്ടുന്നത്. റെയറായിട്ട് കിട്ടുന്നതുമാണ്. ഒരുപാട് സർപ്ലസ് ആയിട്ട് ലോട്ടൊന്നും കിട്ടാറില്ല. ഇപ്പോൾ വന്നാൽ തന്നെ നമുക്ക് 2-3 ഇപ്പോൾ സപ്ലൈസൊക്കെ ഉണ്ടെങ്കിൽ അവർ 2-3 എണ്ണം ഉണ്ടെങ്കിൽ പോലും നമ്മളെ വിളിച്ച് പറയും, അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. നല്ല വളരെ ഭംഗിയത്. നമ്മൾ ഈ പുഷ്പിച്ച് നിൽക്കുന്ന ഒരു ചെന്താമര, അസ്തമന സൂര്യൻ്റെ ആ ഒരു നിറവും കൂടെ ചേർന്നിട്ട് പ്രത്യേക ഒരു എന്താണ് പറയുന്നത്, കുങ്കുമപ്പൂ അങ്ങനെ നിൽക്കുന്ന ഒരു കളറാണ് ഇതിനുള്ളത്. പത്മരാഗം. അതുകൊണ്ട് തന്നെ ഈ ഒരു കളറും അതുപോലെ തന്നെ ഈ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ ഇതൊരു റെയർ സ്റ്റോൺ ആണല്ലേ. റെയറായിട്ട് അത്ര സർപ്ലസ് ആയിട്ട് കിട്ടുന്നില്ല. പത്മരാഗമൊക്കെ ഇന്ത്യയിൽ അതിൻ്റെ മൈനുണ്ടോ എനിക്ക് അറിയത്തില്ല, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ശ്രീലങ്കയിൽ നിന്ന് മാത്രമാണ് കിട്ടുന്നത്. നല്ല ട്രാൻസ്പെറൻസി ഉള്ള നല്ല കല്ലുകൾ കിട്ടും. അത് ഓറഞ്ച് ടൈപ്പ് കല്ലുകളുണ്ട്, ഒരു പിങ്ക് ടൈപ്പ് ഉണ്ട്. മനസ്സിലായി. പിങ്ക് സഫയർ എന്നും വേണം പറയുന്നത്. ഇതിന് പിങ്ക് സഫയർ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടാനുള്ള ഈ ഒരു ബുദ്ധിമുട്ട് തന്നെ ഇതിന് കോസ്റ്റ് എങ്ങനെയായിരിക്കും? കോസ്റ്റ് വെച്ച് വില ഉണ്ടാവും. വിലയുള്ള സാധാരണ ഇപ്പോൾ റൂബിയുടെയോ യെല്ലോ സഫയറിൻ്റെ വില ആയിരിക്കത്തില്ല, അതിലും കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഇതിൻ്റെയൊക്കെ അവൈലബിലിറ്റി അനുസരിച്ചും ഒക്കെ ആണല്ലോ ഇത്. ഫിക്സഡ് ആയിട്ട് ഇപ്പോൾ ഈ വർഷം ഇതാണ് പത്മരാഗത്തിൻ്റെ വില അങ്ങനെ പറയാൻ പറ്റില്ല. പത്മരാഗം ഇപ്പം കൂടുതൽ കിട്ടിയെന്ന് വിചാരിക്കും. ഒരു മൈനിങ്ങിൽ ഒരു വലിയൊരു ദളം കിട്ടി വന്നു കഴിഞ്ഞാൽ അത് അപ്പം സുലഭമായി. അന്നേരം അതിൻ്റെ റേറ്റ് കുറച്ച് താന്നു. എന്നാൽ കുറച്ചേ കിട്ടിയുള്ളൂ, റേറ്റ് കൂടി. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയാണ് ഈ കല്ലുകളുടെ വില നിർണ്ണയം വരുമ്പോൾ. വളരെ ഭംഗിയത്. കാരണം വെച്ചാൽ ഇത് യെല്ലോ സഫയറിൻ്റെയും റൂബിയുടെയും ഒരു കോമ്പിനേഷനാണെന്നേ ഞാൻ പറയുള്ളൂ. അതായത് യെല്ലോ സഫയറിൻ്റെയും റൂബിയുടെയും ആ ഒരു ഗുണഗണങ്ങൾ ഇതിലുണ്ടാവും. മഞ്ഞപ്പുഷ്യരാഗവും മാണിക്യവും തമ്മിൽ കല്യാണം കഴിച്ചാൽ അങ്ങനെ ഇരിക്കും. അതാണ് ഈ പറയുന്ന പിങ്ക് സഫയർ. ആ നിറവും ആ കാര്യങ്ങളും ഒരു ഒരു യെല്ലോയിഷ്നെസ്സും ഉണ്ട് അതിനകത്ത്. പക്ഷെ അത് നമുക്കങ്ങനെ വിസിബിൾ അല്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു എക്സാമ്പിൾ യെല്ലോ സഫയറും റൂബിയുടെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു രത്നത്തിലും വരുന്നത്. പക്ഷെ നമുക്കിപ്പോൾ യൂസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ റൂബി യൂസ് ചെയ്യുന്ന ആൾക്കും പറ്റും. യെല്ലോ സഫയർ മാച്ചിങ് ആണെങ്കിലും പറ്റാതിരിക്കത്തില്ല. ഇതെല്ലാം ഒരേപോലെ റേഞ്ചിൽ പോകുന്ന മഞ്ഞ, ഇപ്പോൾ പിങ്ക്, റോസ് ഇങ്ങനെയുള്ളതെല്ലാം റെഡ് ഒക്കെ ഒറ്റ ഒരു വണ്ടിയെ പോകുന്ന നിറങ്ങളാണ് അല്ലേ? അതെ. അപ്പം റൂബി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പറയുന്ന പിങ്ക് സഫയർ യൂസ് ചെയ്യാം.
തീർച്ചയായിട്ടും പത്മരാഗം യൂസ് ചെയ്യാനായിട്ട് ഒരു ദോഷവും വരാനില്ല. അതേപോലെ തന്നെ ഇപ്പം ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റു കോമ്പിനേഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ പിങ്ക് സഫയറിന് കൂടെ? സഫയറിനോടെ ഇപ്പോൾ ഈ സഫയർ ബ്ലൂ സഫയർ പറ്റില്ല. അല്ലാതെ വരുന്ന ഇപ്പോൾ സിട്രിൻ, ടോപ്പാസ് ഒക്കെ ഇതിൻ്റെ കൂടെ, ഗാർണറ്റ് ഇല്ലേ, ഗാർണറ്റ് അങ്ങനെയുള്ള ടർമലൈൻ ടൈപ്പ് റെഡിഷ് ആയിട്ടുള്ള കല്ലുകൾ ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഒരേ റേഞ്ചിൽ ഒരേ കാറ്റഗറിയിലും പോകുന്ന കല്ലുകളാണ്. ഇപ്പോൾ സാറ് പറഞ്ഞു ഇതിൻ്റെയും ഹാർഡ്നെസ് ഏകദേശം ഈ പറഞ്ഞ ഒരു 9 ഒക്കെയാണ് വരുന്നതെന്ന് പറയുന്നത്. ഇതിനകത്തും ഉള്ള ഒരു മിനറൽ കണ്ടന്റും ഈ പറയുന്ന സെയിം ആണ്. കളർ മാത്രമേ ഇതിനകത്ത് ഡിഫറൻസ് വരുന്നത്. എനിക്ക് കളർ കോമ്പിനേഷൻ ആണത്. പ്രത്യേകമായിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. കല്ല് നന്നായിട്ട് പണിത് ഗോൾഡിലൊക്കെ പണിതാൽ നല്ല ഭംഗിയുള്ള ഒരു രത്നമാണ് അല്ലേ. യെല്ലോ മെറ്റൽസ് ആയിരിക്കും ഇതിന് കൂടുതൽ മാച്ചിങ് ആയിട്ടുള്ളത്. അങ്ങനെയാണ് പത്മരാഗത്തിൻ്റെ വിശേഷങ്ങൾ. അതെ, പിങ്ക് സഫയറിനെ കുറിച്ചാണ്. അപ്പോൾ അതിന് ഈ സാറ് പറഞ്ഞു യെല്ലോ സഫയറിൻ്റെയും അതുപോലെ തന്നെ റൂബിയുടെയും ഒരു കോമ്പിനേഷനാണ് നമുക്ക് അതിൽ വരുന്നതെന്ന് പറഞ്ഞു. ഇത് റെഡ് കോറൽസിൻ്റെ കൂടെ നമുക്ക് റെഡ് കോറൽസുമായിട്ട് കോമ്പിനേഷനിൽ പോകുന്നതാണ്. പക്ഷേ ഈ ധരിക്കുന്ന വ്യക്തിയിൽ വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും ചൊവ്വയുടെയും സ്ഥിതി എങ്ങനെ നോക്കണം. ഇപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ചൊവ്വയ്ക്ക് അവിടെ ഒരു മൈനസ് പോയിൻ്റ് ആണെങ്കിൽ ആൾക്ക് ചിലപ്പം റൂബിയും പിങ്ക് സഫയറും ചേരുമായിരിക്കും. അല്ലെങ്കിൽ പിങ്ക് സഫയർ പത്മരാഗവും പുഷ്യരാഗവും ചേരും. പക്ഷേ കോറൽ ചേരണമെന്നില്ല. പക്ഷെ ഇതെല്ലാം ഒരുമിച്ച് പോകുന്ന കല്ലുകളാണ്. സബ്ജക്റ്റ് ടു ദ ചാർട്ട്. അത് ഓരോ വ്യക്തികളുടെയും ആ ഒരു ചാർട്ടിനെ ആസ്പദമാക്കിയായിട്ട് നമുക്ക് അതിനെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് നമ്മൾ മുമ്പുള്ള എപ്പിസോഡുകളിലും പറഞ്ഞു വന്നിരുന്ന കാര്യം. നമ്മൾ തുലാം ലഗ്നത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിച്ചു. അതിൽ സൂര്യൻ്റെ നീചാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ വീനസ് നീചപ്പെട്ടു പോയാലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ അവരുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള 2 വ്യക്തികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന് ബുധനെക്കുറിച്ചും അതുപോലെ തന്നെ ശനിയെക്കുറിച്ചും നമ്മൾ പറയുകയുണ്ടായി. അപ്പം അതിന് അങ്ങനെ ആ ഒരു ചാർട്ട് നമ്മൾ പ്രേക്ഷകരോട് പങ്കുവെക്കുകയുണ്ടായി. പക്ഷെ അവിടെ ആൾക്ക് 7th ഹൗസിൽ ഈ ശുക്രൻ ഒരു നീചാവസ്ഥയിലാണ്. അപ്പോൾ അവിടെ നമ്മൾ ശുക്രൻ്റെ കല്ലൊന്നും ആൾ ഉപയോഗിക്കുന്നില്ല. ആൾക്ക് അവിടെ മാച്ചിങ് ആയിട്ടുള്ളൊരു റൂബി ആണ് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഓരോ വ്യക്തിക്കും ആളുടെ ലഗ്നാധിപൻ ശുക്രനാണ് എന്ന് വിചാരിച്ചിട്ട് ആൾക്ക് എപ്പോഴും ഒരു ഉയർച്ച അല്ലെങ്കിൽ ഒരു ശുക്ര ദശാകാലം എപ്പോഴും നല്ലതാവണമെന്നൊന്നും ഇല്ല. ഇപ്പം നമ്മൾ പൊതുവേ പറയും ഒരാൾക്കൊരു ശുക്രദശയാണ് അല്ലെങ്കിൽ ഒരാളൊരു ശുക്രദശയിലേക്ക് കടക്കുമ്പം അവന് ശുക്രനാണ് അല്ലെങ്കിൽ ശുക്രദശയാണ് എന്ന് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട് ആൾക്കാർ കോമൺ ആയിട്ട്. പക്ഷെ അത് എല്ലാവരുടെയും കാര്യത്തിൽ അത് ഒരേപോലെ ആവണമെന്നില്ലല്ലോ. അല്ലേ, ശുക്രൻ ആ വ്യക്തിയുടെ ചാർട്ടിൽ നല്ല പൊസിഷനിൽ നിൽക്കുന്നു. ഇപ്പോൾ 10th ഹൗസിൽ നിൽക്കുന്നു, ലഗ്നാധിപനാണ്, 10th ഹൗസിൽ പോയി നിൽക്കുന്നൊക്കെ പറഞ്ഞാൽ ആ ശുക്രദശാകാലം വളരെ എക്സലൻ്റ് ആയിരിക്കും ഈ വ്യക്തിക്ക്. പക്ഷേ ഈ ശുക്രദശാകാലത്ത് തകർന്ന് തരിപ്പണമായി പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അതിൻ്റെ ചാർട്ട് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ വളരെ പർട്ടിക്കുലറായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ചാർട്ടാണ്. ശുക്രദശയിൽ അതിൻ്റെ കാരണമുണ്ട്, നമുക്കറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനകത്ത് ശുക്രദശയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശുക്രൻ്റെ പീരീഡ് ഇപ്പോൾ ശുക്രന് എന്ത് ഭാവാധിപത്യമാണ് ആ ചാർട്ടിലുള്ളതെന്നാണ് ഇതിനകത്ത്. ഇപ്പോൾ ധനു ലഗ്നത്തിലുള്ള ഒരു ചാർട്ട് ഞാൻ ഇരിപ്പുണ്ട്, ഞാൻ പറയാം, കാണിച്ച് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. ധനു ലഗ്നത്തിൻ്റെ 6th ഹൗസ് എന്ന് പറയുന്നത് ഇടവമാണ് അല്ലേ. ധനു, മകരം, കുംഭം, മീനം, മേട, ഇടവം 6ാമത്തെ ഹൗസാണ്. ലയബിലിറ്റീസും കടവും ബാധ്യതയും ഉണ്ടാക്കുന്ന രോഗാവസ്ഥകൾ ഉണ്ടാക്കുന്ന ആളാണ് ഈ ധനു ലഗ്നത്തിൻ്റെ 6ാം ഭാവം. ആ 6ാം ഭാവാധിപൻ ശുക്രൻ നീചത്തിൽ നിൽക്കുന്നു 10th ഹൗസിൽ. ധനു ലഗ്നത്തിൻ്റെ ധനുവിൻ്റെ 10th ഹൗസ് എന്ന് പറഞ്ഞാൽ കന്യാണ്, അല്ലേ. അപ്പോൾ 10th ഹൗസ് ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി 10th വന്നു. ആ ശുക്രൻ്റെ നീചാവസ്ഥ ഫുള്ള് ഡെബിലിറ്റേഷനാണ് സംഭവിച്ചിരിക്കുന്ന അയാളുടെ ചാർട്ടിൽ.
അപ്പോൾ 6ാം ഭാവാധിപനായിരിക്കുന്ന ശുക്രൻ ഫുൾ ഡെബിലിറ്റേഷനിൽ കന്നിരാശിയിൽ 10th ഹൗസിൽ നിൽക്കുന്നു, കർമ്മരംഗത്ത് നിൽക്കുന്നു. ആ വ്യക്തിയുടെ കർമ്മരംഗത്താണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ശുക്രദശയമാണ് അദ്ദേഹത്തിന്. ആ ശുക്രദശാകാലത്ത് അദ്ദേഹം തരിപ്പണമായിപ്പോയി. എന്നുവെച്ചാൽ ബിസിനസ് വൈസിൽ ആൾക്കൊരു മോശം, ഭയങ്കര മോശമാണ്. ഇദ്ദേഹത്തിൻ്റെ ചാർട്ടെന്ന് പറയുന്നത് ധനു ലഗ്നത്തിൽ കേതു, 2nd ഹൗസ് എന്ന് പറയുന്നത് ശനിയുടെ ഹൗസാണ്. ആ ശനി 3rd കുംഭത്തിൽ പുള്ളിയുടെ ഓൺ ഹൗസിൽ നിൽപ്പുണ്ട്. പക്ഷെ ആ ശനിക്ക് ചൊവ്വയായിട്ട് ബന്ധം വന്നു. ചൊവ്വ 9th ഹൗസിൽ നിന്നിട്ട് ഈ 7th ഈ ശനിയെ പരസ്പര ദൃഷ്ടി വന്നു. അപ്പോൾ ശനി ചൊവ്വ ദൃഷ്ടി അഗ്നിമാരുതി യോഗം വന്നു. 2nd ഹൗസ് എന്ന് പറഞ്ഞാൽ ധനം, മണി മാറ്റേഴ്സ്, അതാണ് ശനി. ആ ശനിക്ക് അഗ്നിമാരുതി യോഗം വന്നു. പിന്നെ 6ാം ഭാവാധിപൻ നീചത്തിൽ പോയിരിക്കുന്നു. 9ാം ഭാവാധിപൻ സൂര്യൻ നീചത്തിൽ പോയിരിക്കുന്നു. പുള്ളി തുലാം മാസത്തിൽ ജനിച്ച ആളാണ്. മനസ്സിലായില്ല? അപ്പോൾ ഈ പുള്ളിയെ ബുധൻ ഒക്കെ വലിയ കുഴപ്പമില്ല. കാരണം പുള്ളി ഒരു 22 വയസ്സ് കഴിഞ്ഞിട്ട് പുള്ളിക്കൊരു 39 വയസ്സ് വരെ ഉണ്ടായിരുന്ന കാലഘട്ടം കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം പുള്ളി കേതുവിൻ്റെ പീരീഡ് വന്നു. കേതുവിൻ്റെ പീരീഡിലും പുള്ളിക്ക് പ്രോബ്ലംസ് കുറവായിരുന്നു. കാരണം ഈ കേതുവിലേക്ക് വ്യാഴ ദൃഷ്ടിയൊക്കെ വന്നതുകൊണ്ട് അതൊക്കെ മാനേജബിളായിട്ട് പോയി. ഓക്കെ. അതിനുശേഷം ശുക്രദശ തുടങ്ങി 2011-12 കാലഘട്ടങ്ങളിൽ. ശുക്രദശയിൽ പുള്ളിക്ക് ഒരുപാട് ഫൈനാൻസ് ഇടപാടുകളുണ്ടായിരുന്നു, മറ്റ് സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ലക്ഷറിയസ് ആയിട്ടുള്ള ഫീൽഡിലായിരുന്നു പുള്ളി നിന്നിരുന്നത്. ജുവല്ലറികളും വസ്ത്രങ്ങളും ടെക്സ്റ്റൈൽസും ഒക്കെ ഒരുപാടുണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ എന്ത് പറ്റി? ഈ ശുക്രദശയുടെ തുടക്കം അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇതുപോലെ തന്നെ ഫണ്ടും ഫൈനാൻസും ഒക്കെ പലതരത്തിൽ വന്നു. ബിസിനസ് ഒന്നും ചെയ്തു, ഒന്നിന് വേറെ ബ്രാഞ്ച് തുടങ്ങി, അങ്ങനെ തുടങ്ങി ഇങ്ങനെ തുടങ്ങി ഒക്കെ വന്നു. എല്ലാം കൊണ്ട് കയറ്റി പുള്ളിയെ ടോപ്പ് പൊസിഷനിൽ കൊണ്ട് നിർത്തി. നല്ല ഉയർച്ച കിട്ടി. അവിടുത്തെ തെക്കും താട്ടും വീണു. ഈ ചീട്ടുകൊട്ടാരം പൊട്ടി വീഴുന്ന പോലെ ഉള്ള അവസ്ഥയുണ്ടായി. ഇത് ഒരു വ്യക്തിയുടെ ചാർട്ടാ. വ്യക്തിയെക്കുറിച്ചൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല, നമുക്കറിയാവുന്ന ആളാണ്. പക്ഷേ ഇത് കാരണം എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചൊന്നും പുള്ളി ലീസ്റ്റ് ബോധേഡായിരുന്നു. ഈ ചാർട്ടിനെ കുറിച്ചോ ഇതിനെക്കുറിച്ചോ ഒന്നും. അല്ലെങ്കിൽ പുള്ളിക്ക് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം സേവ് ചെയ്തൊക്കെ മാറി നിൽക്കായിരുന്നു. ഇപ്പോൾ ഒരു ബിസിനസ് നമ്മൾ തുടങ്ങി, ആ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ബിസിനസ്സിൽ നമുക്ക് ചില കയറ്റക്കുറിച്ചുകളൊക്കെ ഉണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ട സമയം വരും. ചില കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരും. ചില സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പാടില്ലാത്ത സമയങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് അത് നോക്കിയും കണ്ടും നമ്മൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ മോശം സമയത്തൊക്കെയാണ് പുള്ളി ഒരുപാട് ബാധ്യതകളിലേക്ക് വരുകയാണ് ചെയ്ത്. തുടങ്ങിയ സംഗതികൾ 1-2 ക്ലിക്കാകാതെ പോയി. ഹ്യൂജ് എമൗണ്ട് അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. അങ്ങനെ ഒരു ബാധ്യതയിലേക്കാണ്. ശുക്രദശയാണെന്ന് ഓർത്തോണം. ശുക്രദശയിലും ഈ പറഞ്ഞ പോലെ എല്ലാം ഭയങ്കര എനിക്ക് ശുക്രൻ്റെ പീരീഡാന്ന് പറഞ്ഞോവേ ഇതിൽ ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ആലോചിക്കാം. ഒരു കാലഘട്ടവും കച്ചവടം ചെയ്യരുതെന്നോ കർമ്മം ചെയ്യരുതെന്നോ ജോലിക്ക് പോരുമെന്നോ ഇല്ല. നിങ്ങൾ നോക്കിയും കണ്ടും ചെയ്യണം. അപ്പോൾ അതൊന്നും ചെയ്തില്ല. അങ്ങനെ ആ കാലഘട്ടം വളരെ ക്രൈസിസിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിട്ട് അദ്ദേഹത്തിനെ മാറ്റിമറിച്ചു. എനിക്ക് നമ്മൾ പറഞ്ഞു വന്ന ഒരു കാര്യം, ശുക്രദശാകാലത്ത് എല്ലാം നഷ്ടപ്പെട്ട ഒരു ചാർട്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതേപോലെ തന്നെ ഒരു ചാർട്ട് കൂടി ഇരിപ്പുണ്ട്, അടുത്തിരും സംസാരിക്കാതെ ഈ ചാർട്ട് പറഞ്ഞതിന് ശേഷം. അപ്പം ഈ ഒരു ആൾക്ക് എല്ലാം ആ ഒരു സമയത്തങ്ങ് അതിൻ്റെ ഒരു ഉച്ചസ്ഥായിൽ എത്തിച്ചു കൊടുക്കും. പക്ഷെ അവിടെ ഇത് പുള്ളിക്ക് അനുഭവിക്കാൻ കിടക്കുന്ന പരിഹാരമില്ലെന്നാണ് പറയുന്നത്. ചില കാര്യങ്ങൾക്ക്, ചില കർമ്മങ്ങൾക്ക് നമുക്ക് പരിഹാരമില്ല. നമ്മൾ അനുഭവിച്ച് തന്നെ തീരണം. അപ്പോൾ ചോദിക്കും,
അതെന്താ സാർ പരിഹാരമില്ലാത്ത കാര്യങ്ങളുണ്ടോ? പരിഹാരമുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് ഒരു വീഴ്ച സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു അസുഖമായിട്ട് കിടക്കുന്നു, ന്യൂമോണിയ വന്ന ഒരാൾ കിടക്കുന്നു. ഓക്കെ. അപ്പോൾ അതിൽ ചികിത്സിക്കേണ്ടത് ആവശ്യമാണ്. അത് ചികിത്സിച്ചില്ലെങ്കിൽ ആൾ പോയി. അപ്പോൾ ചികിത്സിച്ച ആൾ റിക്കവറായിട്ട് വരും. അതാണല്ലോ അതിൻ്റെ പരിഹാരം, അതാണല്ലോ. പക്ഷേ നമ്മളിത് ചെയ്ത കാര്യങ്ങളാണ് നമുക്ക് തിരിച്ചു വരുന്നത്. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. രാമായണത്തിലെ പ്രസക്തമായ ഒരു വാക്യമാണിത്. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. ഒരു പ്രീവിയസ് ബർത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഡെഫിനറ്റ് ജന്മമുണ്ടെങ്കിൽ മരണവും നിശ്ചയം. ജന്മം മരിച്ചവർക്കും നിർണയം എന്നാണ്. ഒരു സംശയമില്ലാതെ മരിച്ചവർക്കും ജന്മം വരുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ തന്നെ അനുഭവിച്ച് തന്നെ തീർക്കണം. അപ്പോൾ അതിന് ഇദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇദ്ദേഹം ആ സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും ആരെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. പുള്ളിയുടെ ആ ലോകത്ത് അങ്ങ് സഞ്ചരിച്ചു. മറ്റൊന്നും പുള്ളി ചിന്തിച്ചില്ല. അടി വന്ന് വീഴ്ച വന്നപ്പോഴാണ് പുള്ളി ചിന്തിക്കുന്നത്. അപ്പോൾ പുള്ളി ഇത് അനുഭവിക്കാനും കിടക്കുന്നു. അങ്ങനെ ഒരു സത്യം ഇതിലുണ്ട്. അനുഭവിച്ച് തന്നെ തീരണം. നമ്മൾ ഇന്ന ബസ്സിൽ കയറണം എന്ന് വിചാരിച്ചു, ആ ബസ്സിൽ കയറി, അന്നത് ആക്സിഡൻ്റായി. ഇത് വരുന്നേ. വേറൊരാൾ വന്ന് ലിഫ്റ്റ് ചോദിച്ചാൽ വേണ്ട, ബസ്സിൽ പൊക്കോളാന്ന് പറഞ്ഞു. കാരണം ഇത് വരാൻ കിടക്കുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കണം. പിന്നെ പരിഹാരം എന്ന് പറയുന്നത് ഒരുപാട് പരിഹാരങ്ങൾ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പരിഹാരം കൊണ്ട് എന്താ സംഭവിക്കുന്നത്? പലിശ കൊടുക്കണ്ട. നമ്മൾ ചെയ്ത തെറ്റ്, അതിൻ്റെ പലിശ സഹിതമാണ് നമുക്ക് ഈ ജന്മത്തിൽ ഇങ്ങോട്ട് വരുന്നത്. തിരിച്ചു കിട്ടും. പലിശ ഒഴിവായി കിട്ടും. അതിൻ്റെ ഡിവിഡൻ്റ് എന്ന് പറയുന്ന സാധനം ഒഴിവായി കിടക്കും. പക്ഷെ മുതൽ കൊടുക്കേണ്ടി വരും. അതാരാണെങ്കിലും, അത് ഞാനാണേലും ഉല്ലാസാണെങ്കിലും ഈ ഫ്ലോറിലിരിക്കുന്ന മറ്റുള്ള ആൾക്കാരാണേലും, ഇവർക്കെല്ലാം ഈ അവനവൻ എറിഞ്ഞ പന്ത് നമ്മുടെ നേരെ തന്നെയാണ് വരുന്നത്. അത് നമ്മളത് ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ. ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും സത്സംഗങ്ങളും ഒക്കെ അതിൻ്റെ പലിശ കുറച്ച് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല അനുഭവിക്കാനുള്ളത് അനുഭവിച്ചേ തീരുള്ളൂ. നമുക്ക് വന്നുകൂടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇപ്പം ചെയ്യുന്നതിൻ്റെ നമ്മൾ അനുഭവിക്കും. നമ്മളൊരു ജന്മത്തിന് തീരാവുന്ന ഉണ്ടെങ്കിൽ നമ്മൾ ഒരു 30 വയസ്സിലോ 40 വയസ്സിലൊക്കെ ചെയ്ത് ഒരു 50 വയസ്സ് 60 വയസ്സൊക്കെ ആകുമ്പോഴൊക്കെ നമുക്ക് റിയാക്ഷൻസ് വരും. എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതൊരു പ്രകൃതി നിയമമാണ്. മനസ്സിലായില്ലേ? അപ്പം അത് നമ്മൾ അനുഭവിക്കണം. പരിഹാരങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചെയ്യണം. ദാനധർമ്മങ്ങൾ എന്തൊക്കെയുണ്ട്, അത് ഏതൊക്കെയാണ്, അത് ചെയ്യുക. എന്ത് ചെയ്താലും അതൊക്കെ അവിടെ രജിസ്റ്റർ ആകും. പക്ഷെ മുതൽ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. ഉല്ലാസിന് ഞാൻ തരാനുള്ള മുതലുണ്ടല്ലോ, പലിശ കുറച്ചു. മുതൽ കൊടുക്കാൻ ബാധ്യസ്ഥനല്ലേ ഞാൻ. അത് അനുഭവിച്ച് തന്നെ നമ്മൾ തീർക്കണം. വാട്ട് ഈസ് ഹാപ്പനിങ്, അതാണ്. അതൊരു പ്രകൃതി സത്യമാണ്. അതിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ പറ്റത്തില്ല. അതിനെത്ര മഹത്വമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്ന ആളാണെങ്കിലും, സമൂഹത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്ന ആളാണെങ്കിലും, സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആരെങ്കിലും, അയാൾ പേഴ്സണൽ ലൈഫിൽ വരുന്ന ഒഴിവാക്കാൻ പാടില്ലാത്ത ചില കർമ്മങ്ങൾ വരും, ചില അനുഭവങ്ങൾ വരും. അത് പുള്ളി ഇപ്പോൾ ഇത്രയോ സൽക്കർമ്മം ചെയ്തിട്ടാണ് പുള്ളിക്ക് ഈ പ്രോബ്ലം വരുന്നത്. അതൊക്കെ ചുമ്മാതെ ആയിരിക്കും അല്ലേ? അങ്ങനെയല്ല. സൽക്കർമ്മങ്ങൾ പുള്ളി പലിശയായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്ന, പഴയ ബർത്തി വന്നിരിക്കുന്നതിൻ്റെ പലിശയാണ് പുള്ളി അടയ്ക്കുന്നത്. ഇതൊരു സത്യമായ കാര്യം. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത്, പുള്ളി ഒന്നിനെക്കുറിച്ചും ചിന്തിച്ചിരുന്നില്ല. ഫണ്ടുകൾ ഒഴുകി വന്നു. ആ ഫണ്ടുകൾ പുള്ളി വേറെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇട്ടു. ഡൈവേർട്ട് ചെയ്ത് മോശക്കാരനല്ല പുള്ളി, ഒരു മോശമായ ഒരു വ്യക്തിയല്ല, നല്ലൊരു വ്യക്തിയാണ്. മനസ്സിലായില്ലേ? മറ്റ് ബിസിനസ്സുകളിലേക്ക് ഒന്നും ആലോചിക്കാതെ ഇട്ടു. കോവിഡ് പോലത്തുള്ള സംഗതികളും ആ സമയത്ത് ഭീഷണിയായി. അങ്ങനെ എടുത്ത പൊങ്ങല്ലാത്ത ലോഡ് തലയിൽ വന്നു. അവിടുന്ന് എഴുന്നേക്കാൻ പറ്റാതെ വന്നു. ഒരു സൈഡ് വീക്ക് ആകുമ്പോൾ ഒരു സൈഡ് പിന്നെ നമുക്ക് കൊടുക്കാനുള്ളവനും കൊടുക്കത്തില്ലല്ലോ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒരുത്തരും ബിസിനസ്സിൽ
കൊടുക്കൽ വാങ്ങൽ നിൽക്കുന്നു. ഈ ആൾ കൊടുക്കാനുള്ളവർക്കെല്ലാം കൊടുക്കേണ്ടി വരും. അവരെല്ലാം പുറകെ നിൽക്കും, വാങ്ങാനുള്ള സകല പരിപാടികളും ചെയ്യും. ഇനി ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ളവരോ ഏതായാലും പുള്ളി പൊളിഞ്ഞിരിക്കും, ഇനിയിപ്പോൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അവർ പിൻവാങ്ങും. ആ പുള്ളി അവരും അനുഭവിക്കും. അവർക്കും വരുന്നേ ഉള്ളൂ, വെച്ചിട്ടേ ഉള്ളൂ, വാടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ഒരാളെ നമുക്ക് ചീറ്റ് ചെയ്തിട്ടോ ഒരാളുടെ മുതലെടുത്ത് നമ്മൾ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെയോ അനുഭവിക്കാൻ നിയമമില്ല. നിങ്ങൾ കച്ചവടം ചെയ്തോ, അതിനകത്ത് ലാഭം എടുത്തോ, പക്ഷെ നിങ്ങൾ അതിൽ വഞ്ചിക്കരുത്. കച്ചവടത്തിൽ നമുക്ക് വഞ്ചന പാടില്ല. ഇതൊരു ബേസിക് പ്രിൻസിപ്പിളാണ്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്ക് വരും, നമ്മൾ സിമ്പിളായിട്ട് പോയാൽ മതി. നമുക്ക് അതിനകത്ത് ആരെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കർമ്മം, നമ്മുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വേദനിപ്പിച്ചാൽ അതിൻ്റെ ശിക്ഷയും വളരെ വലുതായിരിക്കും. അഹങ്കാരത്തിന് ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല. അഹങ്കരിക്കാൻ ഞാനാരെ, എടാ ഇതെല്ലാം ഞാനാ നിനക്ക് തന്നത്, നീ അഹങ്കരിക്കുവാണ്, എന്താ പിടിച്ചോ എന്ന് പറഞ്ഞൊരു സംഭവം തന്നാൽ നമ്മൾ പിന്നെ എഴുന്നേക്കത്തില്ല അവിടെ നിന്ന്. അഹങ്കാരം കൊണ്ട് ബിസിനസ് ചെയ്യുമ്പോഴായിട്ടൊരു അഹങ്കാരം വന്നാലും അതെ, അതിനൊക്കെ ഒട്ടം തന്നെ അതിൻ്റെ സൈഡ് എഫക്ട്സ് മറുപുറം നമ്മൾ അനുഭവിച്ചു പോകണം. അപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് ഒരു ഗ്രഹപ്പഴയും കൂടെ പറ്റി. ഇദ്ദേഹം ഡയമണ്ട് ഇദ്ദേഹം ധരിക്കുകയും ചെയ്തു ഈ ഒരു കാലഘട്ടത്തിൽ. അതറിവില്ലായ്മ കൊണ്ട് പുള്ളി സംഭവിച്ചതാണ്. ഡയമണ്ട് ഊരിച്ചാദ്യം തന്നെ. ഡയമണ്ടാണ് ഇതിനകത്ത് പുള്ളിയുടെ ആക്കം കൂട്ടുകയും കൂടെ ചെയ്തു. കാരണം 6ാം ഭാവാധിപൻ നീചത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ കല്ല് യൂസ് ചെയ്യാൻ പാടില്ല. 100% ഉറപ്പാണത്, ചെയ്യാൻ പാടില്ലത്. കാരണം ഒരു പെർമനൻ്റായിട്ട് ഒരു പരിഹാരം ചെയ്ത് മാറ്റാവുന്നതല്ല. ഞാൻ പറയില്ല, ചില ബർത്ത് ചില കാര്യങ്ങൾക്ക് നമുക്ക് പരിഹാരമില്ല, അതിന് സ്റ്റോണും ഇല്ല. നമ്മൾ സ്റ്റോൺ സജസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയും ചെയ്യുന്ന ആളാണ്. ഞാൻ പറയുന്നത് ചില കാര്യങ്ങൾക്ക് സ്റ്റോൺ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല, വരത്തില്ല. അതിന് സ്റ്റോണല്ല അവിടെ പരിഹാരം. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ എപ്പിസോഡിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇതുപോലെ ഉള്ള വിവരങ്ങൾ സാറ് പറഞ്ഞു. ഒരു ചാർട്ടും കൂടെ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുണ്ടെന്ന് പറഞ്ഞു. വരുന്ന എപ്പിസോഡുകളിൽ അത് ഉൾപ്പെടുത്താമെന്ന് നമുക്ക് വിചാരിക്കാം. ഇന്നത്തെ എപ്പിസോഡും വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നമസ്കാരം, നന്ദി.